മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് പുറകോട്ട് പോയി നോക്കിയാൽ വനത്തിൽ ജീവിച്ചവരാണെങ്കിലും ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നവരാണെങ്കിലും എല്ലാവരും ഒരേപോലെ നേരിട്ടിട്ടുള്ള ഒരു വലിയ സ്ട്രഗിളുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യജീവിയും ഈ യുദ്ധം പോരാടിയിട്ടുണ്ട്. ആ യുദ്ധം പണത്തിന് വേണ്ടി ആയിരുന്നു? അല്ല. ഫെബ്രുവരി 2020 ലോകത്തിലെ തന്നെ ഏറ്റവും പണക്കാരനായ 6ാമത്തെ വ്യക്തി അനിൽ അംബാനി, $48 ബില്യൺ ആസ്തി. അദ്ദേഹത്തിനെ ബാങ്ക്രപ്റ്റായി ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. അദ്ദേഹം മാത്രമല്ല, ലോകത്തിലുള്ള ഒരുപാട് മൾട്ടി ബില്യണേഴ്സും മില്യണേഴ്സും നമ്മൾ ആരാധിച്ചിട്ടുള്ള വലിയ അത്ലീറ്റ്സും സ്പോർട്സ്മെന്മാരും അങ്ങനെ ഒരുപാട് ആളുകൾ കരിയറിൽ പല കാലഘട്ടത്തിലായി നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആ യുദ്ധം ഭൂമിയിലുള്ള മറ്റൊരു ജീവിയും പോരാടുന്നില്ല. എന്നാൽ മനുഷ്യൻ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 90% ആളുകൾക്കും ആ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല, ഒരുപാട് പണം ഉണ്ടാക്കിയവർക്ക് പോലും. 1.45 കോടി രൂപ. ഇന്ത്യയിലെ ആദ്യത്തെ 1% പെടുന്ന സമ്പന്നനാവണമെങ്കിൽ ഇത്രയും പണം മാത്രം മതിയാകും. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. 99% ആളുകൾക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്ന സത്യം. മാസവരുമാനത്തിൽ ജീവിക്കുന്ന 80% ആളുകൾക്കും മാസത്തിൻ്റെ അവസാനം എത്തും മുമ്പേ ആ പണം തീർന്നു പോകുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, US-ലെ 78% ആളുകളും പേച്ചെക്ക് ടു പേച്ചെക്ക് ആണ് ജീവിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. വീണ്ടും ഇതൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ്. എവിടെയാണ് നമ്മൾ 99% ആളുകൾക്കും തെറ്റിപ്പോയത്? ഈ 99% ആളുകളും നേരിടുന്നത് ആയിരക്കണക്കിന് പ്രശ്നങ്ങളായിരിക്കാം. എങ്കിലും വലിയൊരു ശതമാനം ആളുകൾക്കുള്ള സൊല്യൂഷനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പണം അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പണം എനിക്ക് എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മണി ഫോർ മീ? ഓരോ ആളുകൾക്കും പണത്തിൻ്റെ ഡെഫിനിഷൻ പലതായിരിക്കും. നമ്മുടെ തന്നെ പണത്തിനെ പറ്റിയുള്ള പെർസെപ്ഷൻ ശരിയായാൽ എത്ര പണം എന്നുള്ളതിന് പ്രസക്തി ഇല്ലാതാവും എന്നാണ് പറയുന്നത്. പണത്തിനുള്ള നമ്മുടെ പെർസെപ്ഷനും നമ്മുടെ ആക്ഷൻസും ഒരേ ഡയറക്ഷനിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്കാം അതെന്താണ് എന്ന് കണ്ടുപിടിക്കാൻ എവിടെയും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. നൂറ്റാണ്ടുകളായി നമ്മൾ തന്നെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്കാം. നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ, കുറച്ച് വരുമാനം വന്നു തുടങ്ങിയാൽ, മറ്റൊരു രാജ്യത്ത് പോയി കുറച്ച് നാൾ ജോലി ചെയ്താൽ അതൊരു വലിയ വരുമാനമല്ലെങ്കിൽ പോലും കുറച്ച് നാൾ നമ്മൾ അത് തുടർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ചില ഡോട്ട്സ് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മളുടെ ബ്രെയിൻ നമ്മളോട് ചില മെറ്റീരിയൽ അപ്ഗ്രേഡ്സ് ചെയ്യാൻ പറയും. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ആ ഡോട്ട്സ് ഒന്നും കണക്റ്റ് ആവാത്തതുപോലെ തോന്നും. വി വിൽ ഫീൽ ദാറ്റ് ഡിസ്കണക്ട്. ആ അപ്ഗ്രേഡ്സ് ചിലപ്പോൾ കാറാവാം, ഫോണാവാം, വീടാവാം, മറ്റെന്തുമാവാം. ഇൻ മോസ്റ്റ് കേസസ് ഈ അപ്ഗ്രേഡ്സ് ഒന്നും നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. ആ ഡിസ്കണക്റ്റിനോടൊപ്പം മറ്റുള്ളവർ എൻ്റെ സക്സസ്സിനെ എൻ്റെ മെറ്റീരിയൽ പൊസഷൻസ് കൊണ്ട് ജഡ്ജ് ചെയ്യും എന്ന തോന്നൽ. ഇതിൻ്റെയൊക്കെ ഫലമായി നമുക്ക് ആവശ്യമില്ലാത്ത ബംഗ്ലാവ് ചിലപ്പോൾ നമ്മൾ പണിയും. മറ്റൊന്നിനുമല്ല, വർഷങ്ങളോളം അടച്ചിടാനും ലോൺ എന്ന ബാധ്യത എടുത്ത് തലയിൽ വയ്ക്കാനും. സോ സ്റ്റോപ്പ് സ്കാമിങ് യു. പണത്തെപ്പറ്റിയുള്ള തെറ്റായ ധാരണകൾ നമ്മൾ മിക്കപ്പോഴും അടുത്ത തലമുറയ്ക്കും കൈമാറും. ഒരു കൃത്യമായ മണി മാനേജ്മെന്റ് ഇല്ലാതെ കടം വാങ്ങിച്ചു കൂട്ടിയിട്ട് ആ കടത്തിൽ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാം. പക്ഷെ ആ പൈസ ഉണ്ടാക്കുന്നത് വരെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ആ പൈസ അവരെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കുറച്ചുകൂടെ മനസ്സമാധാനം കിട്ടും. അവസാന നിമിഷം ഓടിപ്പടഞ്ഞ് ഓരോന്നിനു വേണ്ടി നടക്കുന്നതിനും കടം മേടിക്കുന്നതിനും ഒക്കെ പകരം അവർ ഏൺ ചെയ്ത് തുടങ്ങുമ്പോൾ എത്ര പൈസ ഉണ്ടാക്കുന്നുള്ളൂ എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആ ഉണ്ടാക്കുന്ന പൈസ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. എത്രയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആള് അവസാന ഘട്ടത്തിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാതെ പോയാൽ സങ്കടകരമാണ്. അതെ, ശരിയാണ്. പണം എന്നത് വെറും സമയം മാത്രമാണ്. സമയത്തിനെ മറ്റൊന്നായി കൺവേർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. പണം ഉണ്ടാക്കാനായി നമ്മൾ നമ്മുടെ സമയം അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ആൻഡ് പണം ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളുടെ സമയം വാങ്ങാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഫോൺ വാങ്ങിയപ്പോൾ ഞാൻ പണം കൊടുത്തത് ഇതുണ്ടാക്കാനുള്ള ഫാക്ടറി പണിയാനാണ്, ഈ ഫോണിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ചെയ്യാനാണ്, പ്രൊഡക്ഷൻ ചെയ്യാൻ, അതിനുശേഷം ആ ഫോൺ ഷിപ്പ് ചെയ്ത് എൻ്റെ കൈകളിൽ എത്തിക്കാൻ. ഒരുപാട് ആളുകളുടെ സമയം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പണം മുടക്കിയത്. ഡയറക്റ്റായി നമുക്ക് നമ്മുടെ സമയം കൊടുക്കാതെ പണം ഉണ്ടാക്കാനുള്ള മാർഗം വേറെയുണ്ട്. അത് നോക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം.
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെ എത്രത്തോളം പണം കടന്നു പോയിട്ടുണ്ട്? അതിൽ എത്രത്തോളം പണം തടഞ്ഞു നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രിസർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഫോൺ വാങ്ങാൻ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും പണം കൊടുത്തു. എന്നാൽ ഞാനത് വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ആ ഫോൺ ആ ഷോപ്പിൻ്റെ ഷെൽഫിൽ തന്നെ 1 വർഷം കൂടെ ഇരുന്നിരുന്നെങ്കിൽ 1 വർഷത്തിന് ശേഷം ഞാൻ വാങ്ങിയതിലും വളരെ വിലക്കുറവിലായിരിക്കും ആ ഷോപ്പ് ഓണർ ആ ഫോൺ വിൽക്കുന്നത്. വൈ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫോൺ ഉണ്ടാക്കാനായിട്ട് എടുത്ത സമയം, അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആളുകൾ സ്പെൻഡ് ചെയ്ത സമയം, അതൊന്നും മാറുന്നില്ലല്ലോ. അതിൻ്റെ ആൻസർ കിട്ടാനായി ആ ഫോണിന് പകരം ഒരു ഗോൾഡ് ബിസ്ക്കറ്റ് ആണ് എന്നൊന്ന് അസ്യൂം ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഗോൾഡ് ആരും വാങ്ങാതെ ആ ഷോപ്പിൻ്റെ ഷെൽഫിൽ 1 വർഷം ഇരുന്നാൽ ആ ഷോപ്പ് ഓണർ ആ ഗോൾഡ് ബിസ്ക്കറ്റ് വില കുറച്ച് വിൽക്കും എന്ന്? അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആളുകൾ അവർ സമയം മുടക്കി റിസർച്ച് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത് ഉണ്ടാക്കുന്നത് ആ ഫോൺ മാത്രമല്ല, അതിൻ്റെ വാല്യൂ കൂടെയാണ്. അതേപോലെ തന്നെയാണ് ഗോൾഡും. ഫോൺ ആയാലും ഗോൾഡ് ആയാലും മറ്റെന്ത് സാധനമായാലും നമ്മൾ ഇതേപോലെ ഒരു ഷെൽഫിൽ വെച്ച് വീണ്ടും കുറച്ച് സമയം കൊടുത്താൽ ഒന്നിൻ്റെ വില അപ്രീഷിയേറ്റ് ചെയ്യും, മറ്റൊന്നിൻ്റെ വില ഡിപ്രീഷിയേറ്റ് ചെയ്യും. അതായത് പല സാധനങ്ങളുടെയും വാല്യൂ കൂടും, പലതിൻ്റെയും വാല്യൂ കുറയും. സോ നിങ്ങൾക്ക് നിങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഈ പണത്തിനെയൊക്കെ ഈ 2 ഡയറക്ഷനിൽ തിരിച്ചുവിടാൻ സാധിക്കും. 1 വാല്യൂ അപ്രിഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കായി, 2 വാല്യൂ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കായി. ഇനി നിങ്ങളോട് തന്നെ ചോദിക്കും, എത്ര പണം ശരിയായ ഡയറക്ഷനിലേക്ക് നിങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്?